പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസമുണ്ടല്ലോ. നിനക്കുള്ളത് നിന്റെ വാപ്പയില്ല, നിന്റെ ഉമ്മയില്ല, നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടപ്പുറപ്പില്ല, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അതിന്റെ മുതൽ ഈസാ നബി വരെയുള്ള സർവ്വപ്രവാചകന്മാരും നഫ്സി നഫ്സി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഓർത്തിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ്. എല്ലാവരും സ്വന്തം കാര്യം നോക്കി ഓടുന്ന ദിവസമുണ്ടല്ലോ. 1,20,000 അല്ലാഹുവേ 24,000-ൽ പരം സദാ സ്വർണ്ണത്തിന്റെ സിംഹാസനം ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാ. എല്ലാ പ്രവാചകന്മാരുമുണ്ട്. പക്ഷേ അതിന്റെ മധ്യഭാഗത്തൊരു സിംഹാസനം ഒടിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഇരിക്കുന്ന നേതാവിനെ കാണുന്നില്ലോ. എല്ലാരും തിരഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ സുജൂദിൽ കിടന്ന് കരയുകയാ. മുന്നിൽ കിടന്ന് കരയുകയാ. എഴുന്നേറ്റ് നബിയേ, എഴുന്നേറ്റ് കേറിയിരിക്ക് നബിയേ, എല്ലാവരെയും വിചാരണ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനിരിക്കൂല, ഞാൻ അതിനകത്ത് കയറിയിരുന്നോ എന്റെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമല്ലോ. ഞാനെന്റെ സ്വർഗത്തിൽ പോയാ എന്റെ സമുദായത്തിന് ആരാ നോക്കുന്നത്? എന്റെ സമുദായത്തിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? അതുകൊണ്ട് അല്ലാഹുവേ, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ എഴുന്നേക്കില്ല. ആരാരത്തിനെന്ന് നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുന്ന മുത്തുനബിയാ. അവനെ ഒരുത്തനും വരില്ലടാ. നിന്റെ വാപ്പയില്ല, നിന്റെ ഉമ്മയില്ല, നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടപ്പുറപ്പില്ല, നീ സ്നേഹിച്ചവരാരുമില്ലോ. ഒരു ഫുട്ബോളിന്റെ താരവും വരൂല, ഒരു ക്രിക്കറ്റ് താരവും വരൂല, ഒരു സിനിമാ താരവും വരില്ല. അവനെ അല്ലാഹുവിന്റെ റസൂലേ ഉള്ളടാ പുണ്യമോര്. അവസാനം അല്ലാഹു അവിടുന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാ. ആരെ വേണമെങ്കിലും കൊണ്ടുപോക്കോ നബിയേ, ആർക്ക് വേണമെങ്കിലും സ്വർഗ്ഗം കൊടുത്തോ നബിയേ. അവിടുന്ന് ശഫാഅത്ത് ചെയ്യാ അല്ലാഹു അനുവാദം കൊടുക്കുമ്പോൾ, അല്ലാഹു അനുവാദം കൊടുക്കുമ്പോ ഹൗദുൽ കൗസറിന്റെ ചാരത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. മുത്തുനബിയെ സ്നേഹിച്ച മനുഷ്യ, ന്റെ ചാരത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ, കയ്യിൽ വെള്ളം പിടിച്ച് കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് കിടന്നു ചെല്ലുമ്പോ നിനക്ക് കുടിക്കാൻ വെള്ളമുണ്ടെന്ന് നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകനെ വെള്ള പൊന്നുമോര്, അതുകൊണ്ട് ആ പ്രവാചകനെ ഹൃദയത്തിൽ കൊണ്ടു നടക്ക്. ആ പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത്. കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആ പ്രവാചകനോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറച്ച് തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്ന് ആ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ആ പുണ്യ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ ചെന്നിട്ട് ഒരു സലാം പറയാ. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഒരുപാട് പതിറ്റാണ്ടുകൾ കൊണ്ട് സ്വലാത്ത് പറയുന്നവരോ, ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരോ, ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല തമ്പുരാനെ. ആ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാം. ആ പ്രകാശിക്കുന്ന 14 രാവിലെ ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്നു. ബീവി പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ മുഖത്തെ പ്രകാശം കാരണം താഴെ വീണ സൂചി പോലും എടുത്തെന്ന് പറയുമ്പോ ആ പുണ്യമുഖം മരിക്കുന്നതിന് മുമ്പൊന്ന് കാണാം. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ.